ഹലോ! വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഓഗസ്റ്റ് 1 തീയതി. രാവിലെ തൊട്ട് ഉച്ചവരെയുള്ളത് എടുത്തിട്ട് ഇടണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഒരാഴ്ചത്തെ കൊറിയർ പെൻഡിംഗ് ഒക്കെ ആയിട്ട് ഹോസ്പിറ്റൽ കേസും ഒക്കെ ആയിട്ട് ആകെ മൊത്തം പെൻഡിങ്ങിലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ദേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാണ് കേട്ടോ. ഇന്ന് പൂരിയും പൊട്ടറ്റോ മസാലയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പതിവ് പോലെ 1 തീയതി അച്ഛനെ കണ്ടിട്ട് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഡെയിലി ബ്ലെസ്സിങ്സ് വാങ്ങിക്കാണ്ട് ഒരു ദിവസം ഇപ്പം എനിക്കങ്ങനെ തുടങ്ങാൻ പറ്റില്ല. പിന്നെ ശനിയാഴ്ച പിള്ളേർക്ക് അവധി ആയതുകൊണ്ട് തന്നെ എല്ലാവരും നേരത്തെ തന്നെ എഴുന്നേറ്റ് വന്നു കേട്ടോ. നമ്മൾ വിളിക്കേണ്ട യാതൊരു ആവശ്യം ഉണ്ടായില്ല. പാച്ചു അടക്കം എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ അങ്ങനെയാണല്ലോ. അമ്മമാർക്ക് വേഗം കത്തും. പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന കുട്ടികൾ കേട്ടോ. അപ്പം ഞാൻ വേഗം പൊട്ടറ്റോ മസാല ഉണ്ടാക്കുകയാണ്. ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ട് തന്നെ 8 മണി കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങി വന്നത് കേട്ടോ. അപ്പോൾ പൂരി മസാല ആയതുകൊണ്ട് തന്നെ പൊട്ടറ്റോ വേവിക്കേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ. പട്ടേന്ന് കാര്യങ്ങൾ കഴിഞ്ഞു കേട്ടോ. പതിവ് പോലെ തന്നെ 9 മണി ആയപ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. അതുകൊണ്ട് എനിക്ക് കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. പിന്നെ തോമന് ഇത് ചീസ് ദോശ, ഗോതമ്പ് ദോശ ഉണ്ടാക്കി കൊടുക്കാണ് കേട്ടോ. അവനൊരു ഗോതമ്പ് ദോശ ലവറാണ്. സോ അതുണ്ടാക്കുന്നുണ്ട്. അമ്മ അവിടെ ഇരുന്ന് പാത്രം കഴുകുന്നുണ്ട്. ഞാൻ വേണ്ടാന്ന് പറഞ്ഞാൽ അത് കേൾക്കില്ല. അപ്പോൾ ഞാൻ ദേ ഗോതമ്പ് ദോശയുടെ മാവില് ഗോതമ്പ് ദോശ ഉണ്ടാക്കി മസാലയും കൂട്ടി കഴിക്കുകയാണ്. കാരണം പൂരി എല്ലാവർക്കും തികയില്ല. അങ്ങനെ ഞാൻ പുറത്ത് വന്ന് നോക്കിയപ്പോൾ പെരുമഴയെന്ന് വെച്ചാൽ പെരുമഴ. നാട് മൊത്തം മഴയും ഉരുൾപൊട്ടലും നാശനഷ്ടവും ഒക്കെയാണ്. എല്ലാവരും സേഫായിട്ടിരിക്കുക. പ്രത്യേകിച്ച് കുഞ്ഞു മക്കളെ ശ്രദ്ധിക്കുക കേട്ടോ. ഇവർ ഈ കളിക്കാനൊക്കെ പോവുകയും നമുക്കറിയില്ല ഇവരെന്താ ചെയ്യണേ, എവിടെയാ പോണേന്നൊന്നും അറിയില്ലല്ലോ. ഈ വീട്ടിൽ നിന്നൊക്കെ പോയി പുറത്ത് പോയി കളിക്കുന്ന പിള്ളേർ എന്താ ചെയ്യുന്നത് നമുക്ക് ഒട്ടും അറിയില്ല അല്ലേ. മാക്സിമം ടേക്ക് കെയർ ചെയ്യുക. പിന്നെ പനി അത് വന്നാൽ പോണില്ല കേട്ടോ. ഞങ്ങൾക്ക് എപ്പോൾ പിടിച്ച പനിയും ചുമയാണെന്നറിയോ. പനി പോയെങ്കിലും ആ ചുമ ഇപ്പോഴും നമ്മുടെ ദേഹത്ത് ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോളിംഗ് ബെല്ല് കേട്ട് ഇറങ്ങി വരുന്നത്. നമ്മുടെ റോസേച്ചി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു അൺഎക്സ്പെക്റ്റഡ് വരവായി പോയി. റോസേച്ചിക്കും തക്കടുവിനും ഇന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. അതായത് അവരുടെ അമ്മ മോൻ കോംബോയിൽ ആദ്യമായിട്ട് അവരൊരു വേദിയിൽ ഒന്നിച്ച്, അതായത് ഒരു പ്രൊഫഷണൽ ആയിട്ട് അവർ എല്ലായിടത്തും അവർ ഒന്നിച്ച് പാടാറുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. പക്ഷ പക്ഷേ ഒരു പ്രൊഫഷണൽ പരിപാടി പോലെ അവർ ചെയ്യുകയാണ്. ഭയങ്കര ഹാപ്പിയായി. അതും 1 തീയതി ആയതിൽ വളരെയധികം സന്തോഷം. മമ്മി പറയുകയും ചെയ്തു നല്ലൊരു തുടക്കമാണ്. ഇന്ന് വല്യമ്മയുടെ ബർത്ത്ഡേ ആണെന്ന് തോന്നുന്നു. അതെ, അങ്ങനെയെങ്ങാണ്ടാണ്. ഞാൻ സംഭവം മറന്നുപോയി ട്ടോ. അതുകൊണ്ടാണേ. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനും ആൻസൺ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡിംപിളിനെയും പാച്ചുവിനെയും കൊണ്ടുപോകാനായിട്ട്. അവർക്കിനി ഒരാഴ്ച അവർ ബിസിയാണ്. അവർക്ക് കല്യാണവും പെരുന്നാളും ഒക്കെ ആയിട്ട് ആകെ മൊത്തം ബിസിയാണ്. നമ്മുടെ റോസേച്ചിനെ കണ്ടില്ലേ? ഒരുങ്ങി വന്നപ്പം വേറൊരാള്, വന്നപ്പോൾ വേറൊരാള്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചേച്ചി മെനക്കെട്ടിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യാറ്. ഡെഡിക്കേഷനും പാട്ടിൻ്റെ പ്രാക്ടീസും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു സകലകലാ വല്ലഭ എന്ന് വേണമെങ്കിൽ പറയാം. മൂപ്പർക്ക് സ്റ്റിച്ചിങ് ഒക്കെ വശമുണ്ട് കേട്ടോ. എനിക്കറിയില്ല. ഞാൻ വരുന്നതിന് മുമ്പ് കുറേ കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നാ പറഞ്ഞത്. ഇപ്പോൾ ചേച്ചിക്കും ഒന്നിനും സമയമില്ല. ജോലിക്ക് പോകുന്നതും പിന്നെ അവൻ്റെ പഠിത്തവും ഫാമിലി കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ റോസ, അമൻ കോംബോ വേണമെങ്കിൽ ഉറപ്പായിട്ടും ചേച്ചീനെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. കാരണം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോരുത്തരെയും പ്രോത്സാഹിപ്പിച്ച് അവർ വലിയ വലിയ ആൾക്കാരായിട്ട് മാറുന്നത് കേട്ടോ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ആയിരിക്കും നമ്മുടെ ഒരു കസിൻസിൻ്റെ കല്യാണത്തിന് പോയി പാടുക. അവിടുന്നായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഭാവി പോലും തെളിയും. അങ്ങനെ രക്ഷപ്പെട്ട കുറേ പേരുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ നിയർ ബൈ എറണാകുളം, തൃശ്ശൂരൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേച്ചീനെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ചേച്ചിയുടെ സൈഡ് ചേച്ചിയും വ്ളോഗ് എടുക്കുന്നുണ്ട്. എൻ്റെ സൈഡ് ഞാൻ പറയാം രാവിലെ തൊട്ട് എടുത്തു തുടങ്ങിയതാണെങ്കിലും അങ്ങനെ അങ്ങോട്ട് ഫുൾഫിൽ ആയില്ല. അപ്പോൾ പിന്നെ എല്ലാവരും വന്ന സ്ഥിതിക്ക് അതൊന്ന് കളർഫുൾ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു കേട്ടോ. തക്കടുവിനെ കാണാൻ ഇന്ന് ഭയങ്കര, തക്കടു എന്ന് പറഞ്ഞാൽ ദൈവം എന്നെ കൊല്ലും, അമനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആ ഷർട്ട് അവന് ഭയങ്കര ഒരു, നമ്മൾ ഹിന്ദി സിനിമയിലൊക്കെ ഷാരുഖ് ഖാൻ മറ്റേ ഒരു സിനിമ ഉണ്ടല്ലോ, മറന്നുപോയി. അതിനകത്ത് ഡാൻസിനിടുന്ന കോസ്റ്റ്യൂം എന്നല്ല, അവർ ചെത്തി വരാനായിട്ട് ഇടുന്ന ഒരു ടൈപ്പ് ഷർട്ട്സ് ഇല്ലേ. എനിക്ക് സത്യം പറഞ്ഞാൽ ഷാരുഖ് ഖാനെ ഓർമ്മ വന്നു. അവൻ ചിലപ്പോൾ ഈ വീഡിയോ കണ്ട് എന്നെ തെറി വിളിക്കും. എന്നാലും വേണ്ടില്ല. അത്രയ്ക്ക് ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അവരെ വിഷൊക്കെ ചെയ്ത് നല്ലപോലെ പാടിയിട്ട് വായോ എന്നൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ അമ്മയും ആൻസിനും കൂടെ കത്തി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞാൻ കഷ്ടപ്പെട്ട് ഇവരുടെ പുറകെ നടന്ന് എടുക്കുന്നതാണ് കേട്ടോ. അതിനിടയ്ക്ക് ആൻസൺ വരുന്നതിൻ്റെ സന്തോഷവും ഒക്കെ ഉണ്ട് കേട്ടോ. പാച്ചു ആൻസനെ തപ്പി നടക്കുകയാണ്. എവിടെ എൻ്റെ അപ്പ, എവിടെ എൻ്റെ അപ്പ എന്ന് പറഞ്ഞിട്ട് നടക്കുകയാണേ. അങ്ങനെ എന്താ പറയുക, മഴയ്ക്ക് ഒരു കുറവും ഇല്ല കേട്ടോ. പെരുമഴയാണ്. മഴ കാരണം നമ്മുടെ തൃശ്ശൂർ ടൗണിലും കുറേ വെള്ളം കയറി വെള്ളക്കെട്ടുകളുടെ പ്രശ്നമുണ്ടെന്നാണ് ഞാൻ ന്യൂസിൽ കണ്ടത് കേട്ടോ. അധികമൊന്നും എനിക്കറിയില്ല. നമ്മുടെ ഇവിടെ നല്ല മഴയുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇന്നലെ രാത്രി ഒരു
12 മണിയായപ്പോൾ തുടങ്ങിയ മഴയാണ്. അത് നിന്നിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ്. ഒന്ന് കുറയുമെന്ന് വെച്ചാൽ ചാറ്റമഴയിൽ അങ്ങനെ നിൽക്കുകയാണ്, നിന്ന് പോണില്ല. ശരിക്കും ഇങ്ങനെ വരുന്ന മഴകളാണ് ശരിക്കും നമ്മൾ പേടിക്കേണ്ടത്. ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ വരുന്നത്. ഹൈ റേഞ്ചിലൊക്കെ നല്ല പ്രശ്നമാണ്. വളഞ്ഞാനം സൈഡിലൊക്കെ പ്രശ്നമുണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ എല്ലാവരും മാക്സിമം സേഫായിട്ടിരിക്കുക. ട്രിപ്പൊന്നും മാക്സിമം പോവാണ്ടിരിക്കുക കേട്ടോ. വീക്കെൻഡ്സാണ്. നിങ്ങൾ ട്രിപ്പുകളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക കേട്ടോ. നമുക്ക് നമ്മുടെ ജീവിതമാണ് വലുതല്ലേ. അപ്പം അടുത്തുള്ള വല്ല സ്ഥലങ്ങളിലും അതും മാക്സിമം അവോയ്ഡ് ചെയ്യുക. ബട്ട് ഹൈ റേഞ്ച് ഒന്നും പിടിക്കാണ്ടിരിക്കുക കേട്ടോ. ഞാനൊരു ഹൈ റേഞ്ചുകാരി കൊണ്ടാണ് പറയണത്. ആ സമയത്തുണ്ടാകുന്ന ടെൻഷനും കാര്യങ്ങളും ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, ഈ പോയി കഴിഞ്ഞ് വീട്ടിലുള്ളവർക്ക് പോലും സ്വസ്ഥത ഉണ്ടാവില്ല. ഈ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വീണ്ടും പോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണല്ലേ. അപ്പം മഴയുള്ളപ്പോഴും ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് തന്നിരിക്കുന്ന സമയം നമ്മൾ നമ്മുടെ കാര്യം വളരെ ശ്രദ്ധയോടെ നോക്കുക കേട്ടോ. അപ്പോൾ തോമ എന്തോ അഭ്യാസങ്ങൾ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. സ്കൂളിൽ പഠിപ്പിക്കുന്നതാണോ ഫോണിൽ കാണുന്നതാണോ എന്നൊന്നും എനിക്കറിയില്ല. ചെയ്ത കാര്യം അങ്ങ് പ്രോത്സാഹിപ്പിച്ച് വിട്ടിട്ടുണ്ട് കേട്ടോ. കാരണം അവൻ അത്രയും സ്ട്രെയിൻ ചെയ്തിട്ടാണ് ഓരോന്നും കാണിക്കുന്നത് കേട്ടോ. നാളെ തോമുന് സൺഡേ സ്കൂൾ എക്സാമാണ്. കുറേയൊക്കെ ഇരുത്തി പഠിപ്പിച്ചിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് 2 ആഴ്ച പോവാതിരുന്നതിൻ്റെ പ്രശ്നമുണ്ട് എന്നാലും. അപ്പോൾ ആൻസൺ കപ്പ് അടുക്കളയിൽ കൊണ്ട് വെക്കണമെന്ന് പറഞ്ഞപ്പോൾ തോമത് വളരെ സന്തോഷത്തോടെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. ഇപ്പം മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിച്ച പാത്രം കഴുകി. അപ്പോൾ അതൊരു കുറേ നാളായിട്ട് അവൻ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. കഴിച്ച പാത്രം കഴുകി വെക്കൽ ഒക്കെ. അത് ഞാൻ നിർത്താനും നിന്നില്ല. വളരെ നന്നായിട്ട് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അത് ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഇനിഷ്യൽ സ്റ്റേജ് കൊണ്ട് നമ്മൾ പല കാര്യങ്ങളും പറയില്ലേ, കൊച്ചിലെ തൊട്ട് പഠിച്ചാലേ കാര്യമുള്ളൂ. അതും ഈ കാര്യങ്ങളും അങ്ങനെയാണ്. കൊച്ചിലെ തൊട്ട് ചെയ്തു തുടങ്ങിയാൽ അത് ഭാവിയിൽ കണ്ടിന്യൂ ചെയ്ത് അറ്റ്ലീസ്റ്റ് അവനവൻ കഴിച്ച പാത്രമെങ്കിലും കഴുകി വെക്കാൻ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ തുണി എടുക്കാനും ഒക്കെ അവനെ ഹെൽപ്പ് ചെയ്യും. മടക്കാനൊന്നും അറിയില്ല, ബട്ട് തുണി വിരിച്ചിടാനും കൊട്ടയിൽ നിന്ന് എടുത്തു തരാനും എടുത്തു തരാനും ഒക്കെ അവന് ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. ചാക്ക അത്രയ്ക്ക് ആയിട്ടില്ല തോന്നും, പക്ഷേ വളരെ ചെറുപ്പം തൊട്ടേ അത് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കുന്നൊരു കുട്ടിയാണ് കേട്ടോ. ഞാൻ അവൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു റീൽസ്. എല്ലാവർക്കും കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് കുറേ പേര് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്നെ പറയുമ്പം തോമുന് വരുന്നൊരു പ്രത്യേകതര സന്തോഷം. അതങ്ങനെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എനിക്കത് ഭയങ്കര പ്രൗഡായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്നൊരു വ്യക്തിയാണ്. നമ്മളെ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ അവർക്കൊരു പടി സ്നേഹം കൂടുതലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കൊച്ചിനെ നിഫിക്കയുടെ വീട്ടിലേക്ക് ലാലേട്ടന് മമ്മൂട്ടി വരുന്നൊരു നമ്മുടെ മമ്മൂക്ക എൻട്രി കാണുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം. മമ്മൂക്ക ഡെയിലി സുന്ദരനായി വരിക. എനിക്ക് കാണുമ്പോൾ സത്യം പറഞ്ഞ കുശുമ്പാണ് കേട്ടോ. അങ്ങനെ ഡോൺ ചേട്ടനുള്ള കാപ്പി ഇട്ടിട്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ആക്കാം. നാളെ നല്ല അടിപൊളി ചെമ്മീൻ കറി റെസിപ്പിയായിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊന്തയൊക്കെ വേണമെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. ഇപ്പോൾ കല്യാണങ്ങളുടെയൊക്കെ സീസണാണ്. കുരിശരിച്ച് വീട്ടിലൊക്കെ കയറ്റണമെങ്കിൽ നല്ല അടിപൊളി കൊന്ത അഫോർഡബിൾ റേറ്റിൽ നമ്മുടെ കയ്യിലുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ഇളക്കത്താലിയും ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി കുറച്ച് പീസുകൾ ഇതിൻ്റെ ബാക്കിയുള്ളൂ. ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ തന്ന ഹ്യൂജ് റെസ്പോൺസിന് ഒരു രക്ഷയില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ഇതിനും തരിക. ഇതൊക്കെ ഇനി ഒരു 2-3 പീസുകൾ മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേഗം ഓർഡർ ചെയ്യുക. കാരണം പിന്നെ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. പിന്നെ എനിക്ക് അങ്ങ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റാഞ്ഞത് ഹോസ്പിറ്റൽ കേസായിട്ട് ഇൻ ബിറ്റ്വീൻ വന്നതുകൊണ്ടാണ് എനിക്കതിനെ ഒന്നും കൂടെ ബൂസ്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റാതിരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറപ്പായിട്ടും പറഞ്ഞോളൂ കേട്ടോ. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഒരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു ഇളക്കത്താലിയുടെ ഒരു മാല. വീണ്ടും കയറി വന്നതെന്ന് തോന്നുന്നു. എനിവേ വീണ്ടും കയറി വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൽ നമ്പറുണ്ട്. ഞാൻ വേറൊരു നമ്പർ ആഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. സിമ്പിളാണ്. ഞാൻ അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഏത് ഒക്കേഷനിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരം മാലകളാണ് കേട്ടോ. ഇത് കിട്ടിയവർക്ക് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. ആ റേറ്റിന് ഇത്രയും ഫിനിഷിങ് ലോക്കറ്റാണ് കേട്ടോ അതിലെ മോസ്റ്റ് ഹൈലൈറ്റിങ് തിങ്. പിന്നെ ഈ ഒരു സിമ്പിൾ മാല കുറേ പേര് ചോദിക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഇത് ഈ ഡിസൈൻസൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ബാക്കി പാറ്റേൺസ് സോൾഡ് ഔട്ട് ആയിപ്പോയി. നമുക്ക് എത്ര നമ്മൾ ട്രൈ ചെയ്തിട്ടും റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ബോളുമാല സൂപ്പറാണ്. നല്ല വെയിറ്റാണ് കേട്ടോ. ഒരു 1.5 പവൻ തോന്നി. ഞാൻ പൊക്കി പറയുന്നതല്ല, ബോളും കൂടെ വരുമ്പോൾ ഒരു 1.5 പവൻ തോന്നിക്കുന്ന ഒരു മാലയാണ്. അപ്പോൾ വേണമെങ്കിൽ വേഗം ഓർഡർ ചെയ്യാം കേട്ടോ. അപ്പം താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. എല്ലാവർക്കും ഓഗസ്റ്റ് നല്ലൊരു മന്ത് ആയിരിക്കട്ടെ ഞാൻ വിഷ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് നാളെ കാണാം. അതുവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.